ശാരിക, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസം, ഒരാഴ്ച മാക്സിമം ഉള്ളൂ. പക്ഷെ പല വിവാദങ്ങൾ വരുന്നു. വർഗീയ പാർട്ടികൾ, BDP, ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, അവരുടെയൊക്കെ പിന്തുണ രണ്ട് പക്ഷത്തും UDF-നും LDF-നും കിട്ടുന്നുണ്ട്. BJP പറയുന്നത് ഇവർ പണ്ടേ എങ്ങനെയാണ് ഈ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഇവർ രണ്ടു കൂട്ടരും വിജയിക്കുന്നത് എന്നൊക്കെയാണ്. M സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, BV അൻവർ, മോഹൻ ജോർജ്, 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. അപ്പം എം സ്വരാജ് വന്നതോടുകൂടി തന്നെ LDF-ന് ഒരു ഉണർവൊക്കെ വന്നെന്ന് തോന്നുന്നു. LDF-ന് വലിയ പ്രതീക്ഷയില്ലായിരുന്നോ? തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഒക്കെ കുറച്ച് വൈകി. പക്ഷേ M സ്വരാജ് ആ നാട്ടുകാരനാണ്. പോത്തുകല്ല് എന്ന് പറയുന്ന, നേരിട്ട് എനിക്കറിയാം, ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്ത് പോത്തുകല്ല് കവളപ്പാറ ദുരന്തം ഉണ്ടായത് ആ സ്ഥലത്താണ്. അപ്പോൾ പോത്തുകല്ലിലെ സ്വദേശിയാണ് M സ്വരാജ്. മാത്രമല്ല ആ നാടുമായി നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷേ എങ്ങനെ വിജയിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ അരങ്ങുവാണിരുന്ന ഒരു മണ്ഡലമായിരുന്നല്ലോ നിലമ്പൂര്. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് സർക്കാരിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ പിണറായി വിജയനെ തെറി പറഞ്ഞു, സതീശനെ തെറി പറയാൻ തുടങ്ങി. ആരാണ് യഥാർത്ഥ പിണറായിക്കെതിരെ എന്ന് അൻവർ തിരിഞ്ഞു, അന്ന് അദ്ദേഹത്തിന്റെ ചീട്ട് കീറാൻ തുടങ്ങി. ചീട്ട് കീറി വലിച്ചു കീറി എന്ന് പറഞ്ഞാൽ സ്വയം നശിപ്പിച്ചു എന്നാണ് സത്യം. കാരണം വിശ്വസ്തനായിട്ട് മറ്റേ അതായത് നമ്മുടെ പിണറായി സഖാവിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ്. എന്റെ പിതാവാണെന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെയാ പറഞ്ഞു. ജനിക്കാതെ പോയ മകനായിരിക്കും. എന്റെ പിതാവിനെ പോലെയാണ്. ആ രീതിയിൽ ഉള്ള ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ. അത് കഴിഞ്ഞ് പിന്നെ എന്തെല്ലാം കോലാഹലങ്ങളായി, അവസാനം നാണക്കേടായി. ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ UDF സ്വീകരിച്ചില്ല. അതോടുകൂടി VD സതീശൻ ശത്രുവായി. ഇപ്പൊ VD സതീശനാണ് പ്രധാനപ്പെട്ട ശത്രു. അയാൾ എന്തായാലും കത്രിക നല്ല ഒരു ചിഹ്നമാണല്ലേ നമ്മുടെ PV അൻവർ കിട്ടിയത്. PV അൻവർ ജയിക്കുമോ? PV അൻവർ ജയിക്കുമോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണോ? എനിക്ക് തോന്നുന്നില്ല. PV അൻവർ ജയിക്കില്ല. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ PV അൻവറിനാവും പറ്റും. കാരണം വോട്ടുകൾ മറിയുന്നതല്ലേ, അതിനായിരിക്കുമല്ലോ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്. പ്രധാനമായി അത് തന്നെയാണ്. പക്ഷേ എങ്ങനെയൊക്കെ വരും എന്ന് കണ്ടറിയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യാടൻ ഷൗക്കത്തിന് ഈ മുസ്ലിം ലീഗിന്റെ പൂർണ്ണമായും ആ പാർട്ടിയുടെ വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അത് അവിടുത്തെ ഒരു രാഷ്ട്രീയം അങ്ങനെയാണ്, പണ്ടേയുള്ള രാഷ്ട്രീയമാണ്. അത് ആര്യാടൻ മുഹമ്മദ്, അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ്, മുൻ മന്ത്രിയൊക്കെ ആയ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനോട് എപ്പോഴും ഒരു വിരോധമുണ്ടായി. പലതരത്തിൽ ഇവർ ഈ മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ എതിർത്തൊരു മനുഷ്യനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിരോധം പാണക്കാട് കുടുംബത്തെ വിമർശിക്കുന്ന തരത്തിൽ ഇവരെ എത്തിയിരുന്നു. അതുകൊണ്ട് പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്ന ലീഗുകാർ എത്രത്തോളം ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യും എന്ന് കണ്ടറിയണം. പക്ഷേ ഈ പിതാവിന്റെ പിന്തുണക്കാർ ജയിക്കുന്ന ഒരു ചരിത്രം ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ മാണി എന്ന് പറഞ്ഞ മാണി എവിടെ നിന്നാലും ജയിക്കുമായിരുന്നു. പക്ഷെ മാണിയുടെ മകൻ നിന്നപ്പോൾ ജയിച്ചില്ല. മക്കളൊക്കെ പിന്നെ തോൽക്കുന്ന രാഷ്ട്രീയമാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവാം മേ ബി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാണുന്നത് M സ്വരാജിന് ജയിക്കാനുള്ള ഒരു സാധ്യത. അതെ, M സ്വരാജ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നല്ല പ്രചരണം, അടിക്കാട് വഴിയുള്ള പ്രചരണങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഡിജിറ്റൽ പ്രചരണം കൂടെയുള്ളതുകൊണ്ടും പിന്നെ അവർക്കൊരു നാണക്കേട് എന്ന് പറയാൻ, നാണക്കേടെന്നല്ല, ഇപ്പോൾ PV അൻവർ 11 വർഷം MLA ആയിട്ട് ഭരിച്ച ഒരു മണ്ഡലത്തിൽ M സ്വരാജ് വരികയും PV അൻവർ ആ ഒരു തലത്തിലില്ലാതിരിക്കുകയും ആ പാർട്ടിയിൽ നിന്നേ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ M സ്വരാജിനോട് ചോദിക്കുമ്പോൾ അവരുടെ ചിത്രം, അതായത് PV അൻവർ ആ ഒരു ചിത്രത്തിലേ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. PV അൻവർ എന്തിനാണ് LDF വിട്ടത് എന്ന് വ്യക്തമാക്കാൻ ഒരു കാരണം പറയാം. ഇപ്പം ഷാരി ഇവിടേക്ക് വൈകി വന്നു. അപ്പോൾ ഷാരിനോട് ചോദിക്കാം എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി അവിടെ ഉണ്ടാവുമല്ലോ. ട്രെയിൻ ലേറ്റ് ആയി, അല്ലെങ്കിൽ മഴ പെയ്തു, കുടയില്ലായിരുന്നു. അങ്ങനെ ഒരു മറുപടി ഇതുവരെയും ഇയാൾക്ക് PV അൻവറിന് പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് വിട്ടു, ഞാൻ എന്തുകൊണ്ട് പിണറായി എതിർത്തു എന്ന് പറയും കൃത്യമായൊരു മറുപടി പറയാൻ സാധിക്കാത്തതും PV അൻവറിന്റെ ഒരു പോരായ്മയാണ് അവിടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ വോട്ടിംഗ് എങ്ങനെയൊക്കെ മാറും എന്നത് കണ്ടറിയണം. പ്രധാനമായും ഇത് PV അൻവർ അവിടെ മത്സരിക്കുന്നത് എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് പണിയാണ്. അതുകൊണ്ടാണ് UDF ആദ്യം കണ്ട ഉണർവ് ഇപ്പൊ UDF മണ്ഡലങ്ങളിൽ UDF കോട്ടയിൽ ഇല്ല. ഇപ്പൊ പൊതുവിൽ ഇച്ചിരി ഒരു തണുത്ത മട്ടിലാണ്. പിന്നെ കഴിഞ്ഞ ദിവസം CPM തന്നെ അവരുടെ അവിടെ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് സ്വരാജിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തത്വത്തിൽ പറയുകയാണെങ്കിൽ പിണറായിയെ തെറിവിളിച്ച് പുറത്തിറങ്ങിയ
PV അൻവർ ഒടുവിൽ പിണറായിക്ക് ഗുണമാവുന്ന ഒരു കാഴ്ച നമ്മൾ തന്നെ കാണേണ്ടി വരും. അവിടെ കാണേണ്ടി എന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്, മെയിൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു റിസൾട്ട് കൂടെ ആവും ചിലപ്പോൾ നിലമ്പൂരിന്റെ ഒരു അല്ലേ ഭാഗദേവ് എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് ഇപ്പൊ അറിയാൻ സാധിക്കുന്നില്ല. അവിടെ ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 3-ാം വട്ടവും ഇടതുപക്ഷം വരും.